സ്വർണ്ണപ്പാളി വിവാദത്തിൽ നിർണായക നീക്കവുമായി ദേവസ്വം വിജിലൻസ്. സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശനിയാഴ്ച ചോദ്യം ചെയ്യും. MG പ്രതീഷ് വിവരങ്ങളുമായി ചേർന്ന്. പ്രതീഷ്, ഒരുപാട് ചോദ്യങ്ങൾ ദേവസ്വം വിജിലൻസിന് ഈ പോറ്റിയോട് ചോദിക്കാനുണ്ട്. ഈ പറയുന്ന പണപ്പിരിവ് നടത്തിയ ഒന്നതിനടക്കം, അന്നദാനത്തിനടക്കം പണപ്പിരിവ് നടത്തിയ ഒന്നതിനടക്കം, ഇത് ബാംഗ്ലൂരിൽ കൊണ്ടുപോയത്, ആ ക്ഷേത്രത്തിൽ വെച്ചത്, ആത്യന്തികമായി കൊണ്ടുപോയ സാധനം തന്നെയാണോ തിരികെ കൊണ്ടുവച്ചത് എന്നടക്കം ഒരുപാട് ചോദ്യങ്ങൾ വിജിലൻസിന് പോറ്റിയോട് ചോദിക്കാനുണ്ട്. ഹാഷ്മി, തീർച്ചയായും സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും പല വിധത്തിലുള്ള അവ്യക്തതകൾ തുടരുകയാണ്. ആ ഘട്ടത്തിലാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യാൻ വിജിലൻസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ശനിയാഴ്ച ചോദ്യം ചെയ്യാനാണ് ഇപ്പോൾ വിജിലൻസിന്റെ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പ് ഇതിനോടകം അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയിട്ടുണ്ട്. ബംഗളൂരുവിലോ തിരുവനന്തപുരത്തോ ആയിരിക്കും ചോദ്യം ചെയ്യൽ ഉണ്ടാവുന്നത്. ഒരുപക്ഷെ തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്താനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അല്ലെങ്കിൽ അന്വേഷണ സംഘം ബംഗളൂരുവിലേക്ക് പോകും. ഇത്തരത്തിൽ രണ്ട് സാധ്യതകളാണ് ഉള്ളത്. ഈ പ്രധാനമായും 2019 മുതൽ വലിയ ദുരൂഹത ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. അക്കാര്യങ്ങൾ ഉൾപ്പെടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിലപാട്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതികരണങ്ങൾ, മറുപടികളെല്ലാം തന്നെ ദേവസ്വം വിജിലൻസിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. ഈ ചെന്നൈയിൽ അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയ ഈ സ്വർണ്ണപ്പാളികൾ ഈ ശ്രീകോവിലിന്റെ വാതിലെന്ന പേരിൽ എന്തിനാണ് ഈ ബംഗളൂരുവിൽ എത്തിച്ചത്? ഇതുവഴി പണപ്പിരിവ് നടത്തിയോ സാമ്പത്തിക നേട്ടമുണ്ടാക്കിയോ എന്നതാണ് പ്രധാനമായും വിജിലൻസ് പരിശോധിക്കുന്നത്. ഇതിനു പുറമെ ശബരിമലയെ തന്നെ ഒരു സാമ്പത്തിക നേട്ടത്തിനായി ഉണ്ണികൃഷ്ണൻ പോറ്റി ഉപയോഗിച്ചു എന്നുള്ള ഈ ചില വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അന്നദാനത്തിന്റെ പേരിൽ ഉൾപ്പെടെ വലിയ പണപ്പിരിവ് നടത്തി. അത് ഈ കേരളത്തിന് പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിലും പണപ്പിരിവ് നടത്തി എന്നതാണ് പ്രാഥമികമായ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടത്. ഇക്കാര്യങ്ങൾ ഉൾപ്പെടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് വിശദമായ വിവരശേഖരണം നടത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഒപ്പം ഈ 2019 കൊണ്ടുപോയ ഈ സ്വർണ്ണപ്പാളിയിൽ ഏതെങ്കിലും തരത്തിൽ കൃത്രിമത്വം നടന്നിട്ടുണ്ടോ, അത് തന്നെയാണോ തിരിച്ചെത്തിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരാനുണ്ട്. അതിനാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശദമായി ചോദ്യം ചെയ്യുന്നത്. ഇതുമായി ഏതെങ്കിലും തരത്തിൽ മറ്റാർക്കെങ്കിലും ബന്ധമുണ്ടോ എന്ന കാര്യം ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്താനാണ് വിജിലൻസിന്റെ തീരുമാനം. എന്തായാലും അത് നിർണായകമായ നീക്കമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് കുറേയധികം ഉത്തരമില്ലാ ചോദ്യങ്ങൾ വിജിലൻസിന് ചോദിക്കാനുമുണ്ട്. അതിനുള്ള കുറേയധികം തെളിവുകൾ വിജിലൻസിന്റെ പക്കൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അപ്പോഴും കാരണം പോറ്റി മാത്രമാണ്, പോറ്റിയിൽ മാത്രം കേന്ദ്രീകരിച്ച അന്വേഷണമാണ്. പോറ്റിക്കപ്പുറം ഒരു സ്പോൺസർ, പോറ്റിയുടെ സ്പോൺസർ ആരാണ് എന്ന ചോദ്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അത് ദേവസ്വം വിജിലൻസ് അന്വേഷണം മതിയോ എന്ന ചോദ്യം കൂടെ അവിടെ ഉണ്ട്. അത് കോടതി പറയട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.